നമസ്കാരം. സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ നോക്കി വരാം അതിവേഗം. നടിയെ ആക്രമിച്ച കേസിൽ മുൻ DGP ആർ ശ്രീലേഖയ്ക്കെതിരെ അതിജീവിത ഓൺലൈൻ ചാനലിൽ നടത്തിയ പരാമർശത്തിനെതിരെ കോടതി അലക്ഷ്യ ഹർജി നൽകി. അതിജീവിത ഹർജി നൽകിയത് കേസിന്റെ അന്തിമവാദം ഇന്ന് തുടങ്ങാനിരിക്കെ. കേസിൽ നടൻ ദിലീപ് ഉൾപ്പെടെ 9 പ്രതികൾ അന്തിമവിധി പ്രതീക്ഷിക്കുന്നത് ജനുവരിയിൽ. പ്രധാന നേതാക്കൾ അതൃപ്തി പരസ്യമാക്കിയതോടെ KPCC പുനഃസംഘടന വീണ്ടും അനിശ്ചിതത്വത്തിൽ. കെ സുധാകരനെ പദവിയിൽ നിന്ന് മാറ്റേണ്ടതില്ലെന്ന നിലപാടിൽ AI വിഭാഗം. പാർട്ടി നേതൃത്വം പിടിച്ചെടുക്കാനുള്ള VD സതീശന്റെ നീക്കത്തിന് തിരിച്ചടി. മാടായി കോളേജ് നിയമന വിവാദത്തിൽ MK രാഘവനെതിരെ പ്രതിഷേധം കടുപ്പിച്ച സുധാകര പക്ഷം. MK രാഘവന്റെ കണ്ണൂരിലെ വീട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ. ലീഗുമായുള്ള ഭിന്നതയ്ക്കിടെ സമസ്ത മുഷാവറ യോഗം ഇന്ന് കോഴിക്കോട്. ലീഗ് നേതൃത്വത്തിൽ സമസ്തയ്ക്കെതിരെ ആദർശ സംരക്ഷണ സമിതി രൂപീകരിച്ചതും സാദിഖ് അലി തങ്ങൾക്കെതിരെ ഉമർ ഫൈസി മുക്കത്തിന്റെ വിമർശനവും യോഗത്തിൽ ചർച്ചയാവും. കോഴിക്കോട് റീൽസ് ചിത്രീകരണത്തിനിടെ യുവാവ് മരിച്ച സംഭവത്തിൽ വാഹന ഉടമകളോട് വിശദീകരണം തേടി MVD. അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ രേഖകൾ ഹാജരാക്കാൻ നിർദ്ദേശം. ആൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്നും തുടരും. അദാനി സൊറോസ് വിഷയങ്ങൾ സഭയിലുയർത്താൻ ഇരുപക്ഷവും. സംസ്ഥാനത്തെ 31 തദ്ദേശ വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഇന്ന്. തെരഞ്ഞെടുപ്പ് നടന്നത് 11 ജില്ലകളിലെ തദ്ദേശ വാർഡുകളിൽ. ഫ്രെയിം ഫിലിം സൊസൈറ്റിയും റോട്ടറി ക്ലബ് ഓഫ് കാലിക്കറ്റ് സൈബർ സിറ്റിയും സംയുക്തമായി നൽകുന്ന ഫ്രെയിം 24 ഗ്ലോബൽ PK റോസി പുരസ്കാരം കൈരളി ന്യൂസ് എഡിറ്റർ PV കുട്ടൻ ഏറ്റുവാങ്ങി. മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ പുരസ്കാരം സമ്മാനിച്ചു. മികച്ച ഇൻവെസ്റ്റീവ് ജേർണലിസ്റ്റ് വിഭാഗത്തിലാണ് പുരസ്കാരം. പ്രശസ്ത നടൻ ശങ്കർ, ബിനു വണ്ടൂർ, സക്കീർ ഹുസൈൻ, സന്ന പാലക്കണ്ടി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. അന്തരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KM തിവാരിയുടെ സംസ്കാരം ഇന്ന് രാവിലെ 9:30 മുതൽ 11 മണിവരെ HKS സുർജിത് ഭവനിലെ പൊതുദർശനത്തിന് ശേഷം നിഗം ബോധ്ഘട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. ആലുവ മണപ്പുറത്തേക്കുള്ള നടപ്പാലത്തിൽ നിന്നും ചാടി യുവതി മരിച്ചു. ചാലക്കൽ സ്വദേശി ഗ്രീഷ്മയാണ് മരിച്ചത്. മുളയുടെ വിസ്മയ ലോകം തീർത്ത് 21ാമത് കേരള ബാംബു ഫെസ്റ്റ്. വൈവിധ്യമാർന്ന അലങ്കാര വസ്തുക്കളും വ്യത്യസ്തങ്ങളായ ദീപാലങ്കാര വസ്തുക്കളുമാണ് മേളയിൽ ഒരുക്കിയത്. നിരവധി പേരാണ് എറണാകുളം മറൈൻ ഡ്രൈവിൽ നടക്കുന്ന മേളയിലെത്തുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ സംരംഭക സഭയുമായി വ്യവസായ വകുപ്പ് സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാട്ടാക്കടയിൽ നിർവഹിക്കും. സംരംഭക വർഷം പദ്ധതിയിലൂടെ 3,35,780 സംരംഭങ്ങൾ ആരംഭിച്ചെന്ന് മന്ത്രി P. രാജീവ്. അതിഥി തൊഴിലാളികൾക്കിടയിൽ വിൽപ്പന നടത്താനായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി പെരുമ്പാവൂർ സ്വദേശി അറസ്റ്റിൽ. അല്ലപ്പ സ്വദേശി ഹസ്സനെയാണ് 3.25 കിലോ കഞ്ചാവുമായി പെരുമ്പാവൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ. ഒഡീഷ കണ്ടമാൽ സരോജ് ബെഹ്റ, ഇയാളുടെ ഭാര്യ മാതാവ് മാലതി ദഹൂരി എന്നിവരെയാണ് പെരുമ്പാവൂർ ASPയുടെ പ്രത്യേക അന്വേഷണ സംഘം കുറുപ്പുംപടി പോലീസും ചേർന്ന് പിടികൂടിയത്.
കൂത്തുപറമ്പ് മലയാള കലാനിലയം 2024-25 നിർവാഹക സമിതി ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. കലാമണ്ഡലം മഹേന്ദ്രൻ പ്രസിഡന്റ്, വിനോദ് നരോത്ത് സെക്രട്ടറി. കുടുംബശ്രീ നടപ്പാക്കുന്ന ഹാപ്പി കേരളം പദ്ധതിയുടെ ജില്ലാതല പരിശീലന പരിപാടി ആരംഭിച്ചു. കീഴ്മാട് നിവേദിത ട്രെയിനിംഗ് സെന്ററിലാണ് പരിശീലന പരിപാടി ആരംഭിച്ചത്. ഡിസംബർ 12 വരെയാണ് പരിശീലനത്തിന്റെ ആദ്യ ബാച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എറണാകുളം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിനു കീഴിലുള്ള 2024 ഒക്ടോബർ വരെ കേടെറ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തിയ ഉദ്യോഗാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. ഡിസംബർ 11 ബുധനാഴ്ച മുതൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വിതരണം നടക്കും. കരവിഭവങ്ങൾ ചൂഷണം ചെയ്ത മനുഷ്യന്റെ നോട്ടമെല്ലാം ഇപ്പോൾ കടലിലേക്കാണെന്ന് കുഫോസ് മുൻ VC ഡോക്ടർ ബി മധുസൂദനക്കുറുപ്പ്. ഫോക്ലോർ ഫെസ്റ്റിന്റെ ഭാഗമായ ക്ലൈമാറ്റ് റൗണ്ട് ടേബിൾ സെമിനാറിൽ ബ്ലൂ ഇക്കോണമി സാധ്യതകളും ആശങ്കകളും എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റെയിൽവേ ട്രാക്കിലേക്ക് നീങ്ങിയ ആനക്കൂട്ടത്തിന്റെ അപകടമരണം ഒഴിവാക്കി AI ക്യാമറ. ഒഡീഷയിൽ വനം വകുപ്പിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറയുടെ പ്രവർത്തനത്തിലൂടെയാണ് ആനക്കൂട്ടത്തിന്റെ അപകടമരണം ഒഴിവായത്. റെയിൽവേ ട്രാക്കിന് സമീപത്തുകൂടി ആനകൾ വരുന്നത് AI ക്യാമറ തിരിച്ചറിയുകയും ട്രെയിൻ നിർത്താൻ കൃത്യസമയത്ത് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ആത്മഹത്യയ്ക്ക് മുൻപ് തെളിവിനായി 24 പേജുകളുള്ള ആത്മഹത്യാക്കുറിപ്പും വീഡിയോയും ചിത്രീകരിച്ച് യുവാവ് തൂങ്ങിമരിച്ചു. ഉത്തർപ്രദേശ് സ്വദേശികാരൻ അതുൽ സുഭാഷിനെയാണ് ബംഗളൂരുവിലെ വസതിയിൽ തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. പാവപ്പെട്ടവർക്ക് സൗജന്യ റേഷൻ നൽകുന്നതിന് പകരം തൊഴിൽ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. വലിയ തോതിൽ റേഷൻ നൽകുന്ന രീതി തുടരുകയാണെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ റേഷൻ കാർഡ് വിതരണം തുടരുമെന്നും സുപ്രീം കോടതി. പുഷ്പ 2 കാണാനെത്തിയ ഒരാൾ മരിച്ച നിലയിൽ രായ ദുർഗ ഇസാഖ് തിയേറ്ററിൽ സിനിമ കാണാനെത്തിയ 35-കാരനായ ഹരിജന മദനപ്പയാണ് മരിച്ചത്. അമിത മദ്യപാനത്തെ തുടർന്നാണ് മരണകാരണമെന്ന് റിപ്പോർട്ട്. റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ടേബിളുകൾക്കിടയിലെ കാർ ഇടിച്ചുകയറി. സംഭവത്തിൽ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിലും പരിക്കേറ്റവർക്ക് റെസ്റ്റോറന്റ് ഉടമയ്ക്കോ പരാതിയില്ലെന്ന് പോലീസ്. ഗുജറാത്തിലെ ഛോട്ടാ ഉദയ്പൂർ ജില്ലയിലാണ് സംഭവം. ഹരിയാനയിലെ ഗുരുഗ്രാമിൽ നൈറ്റ് ക്ലബിന് നേരെ പെട്രോൾ ബോംബെറിഞ്ഞ സംഭവത്തിൽ ഒരു യുവാവ് അറസ്റ്റിലായി. ഉത്തർപ്രദേശിലെ മീററ്റിലെ സ്വദേശിയായ സച്ചിൻ എന്നയാളാണ് അറസ്റ്റിലായത്. ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നും പോലീസ്. കൈക്കൂലി കേസിൽ ജൂനിയർ ക്ലർക്കിനെ അറസ്റ്റ് ചെയ്ത ഒഡീഷ വിജിലൻസ് 20,000 രൂപ കൈക്കൂലി വാങ്ങിയതിന് ഖണ്ഡഗിരി സബ് രജിസ്ട്രാർ ഓഫീസിലെ ജൂനിയർ ദേവജനികർ ആണ് പിടിയിലായത്. യുകെയിലെ പ്രശസ്തമായ കേംബ്രിഡ്ജ് യൂണിയൻ സൊസൈറ്റിയുടെ പ്രസിഡന്റായി ഇന്ത്യൻ വംശജയും വിദ്യാർത്ഥിയുമായ അനൗഷ്ക കാലെ. 20-കാരിയായ അനൗഷ്ക 126 വോട്ട് നേടിയാണ് അടുത്ത ഈസ്റ്റർ 2025 ടേമിലേക്ക് പ്രസിഡന്റ് പദവിയിലെത്തി. മൊബൈൽ ഉപയോഗിക്കാതിരുന്നതിന് യുവതിക്ക് സമ്മാനമായി ലഭിച്ചത് 1 ലക്ഷം രൂപ. സംഭവം തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ. അമേരിക്കയിൽ സ്റ്റഡി വിസയിൽ അനുവദിക്കപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ ഇടിവ്. US ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് കണക്ക് പുറത്തുവന്നത്. ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ 378% കുറവുണ്ടായതായി റിപ്പോർട്ട്.
ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകയുടെ ആദ്യ വിദേശ സന്ദർശനം ഇന്ത്യയിലേക്ക്. 3 ദിവസത്തെ സന്ദർശനത്തിനായി ദിസനായക ഞായറാഴ്ച ഇന്ത്യയിലെത്തുമെന്ന് ലങ്കൻ സർക്കാർ അറിയിച്ചു. സ്വർണ്ണത്തോക്കുമായി വിമാനത്താവളത്തിൽ അറസ്റ്റിലായ 30-കാരിക്ക് 1 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു കോടതി. കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ ഓസ്ട്രേലിയയിലേക്ക് എത്തിയ അമേരിക്കൻ പൗരയുടെ ലഗേജിൽ നിന്ന് 2 ലക്ഷത്തിലേറെ വരുന്ന സ്വർണം പൊതിഞ്ഞ തോക്കും തിരകളും കണ്ടെത്തി. ദുബായ് ഇന്റർനാഷണൽ ഫുഡ്വെയർ ആൻഡ് ലെതർ പ്രൊഡക്ട്സ് എക്സ്പോ ദുബായിൽ ആരംഭിച്ചു. 250-ലധികം കമ്പനികളാണ് പ്രദർശനത്തിൽ പങ്കെടുക്കുന്നത്. ഒമാൻ വയനാട് പ്രവാസി അസോസിയേഷൻ ലോഗോ പ്രകാശനം ചെയ്തു. അൽ ഖുവൈറിലെ ഇംപീരിയൽ കിച്ചൺ റെസ്റ്റോറന്റിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ ലിനു ശ്രീനിവാസും പ്രസിഡന്റ് ഷാജി ജോസഫും ചേർന്ന് പ്രകാശനം നിർവഹിച്ചു. ഒറ്റപ്പാലം നിവാസികളുടെ കുടുംബ കൂട്ടായ്മ ഷാർജ ഇന്ത്യൻ അസോസിയേഷനിൽ വെച്ച് നടന്നു. ഒറ്റപ്പാലം MLA പ്രേംകുമാർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നടിയും നർത്തകിയുമായ ബിന്ദുജ മേനോൻ, മാധ്യമപ്രവർത്തക തൻഷി ഹാഷിർ, ഡോക്ടർ സൗമ്യ സരിൻ, മുനീർ അൽ വഫ, സ്മിത പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഒമാൻ BHD ക്രിക്കറ്റ് പ്രീമിയർ ലീഗ് സീസൺ 2 സമാപിച്ചു. 12 ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുത്തത്. ഫൈനലിൽ സിനൻസിനെ 9 വിക്കറ്റിന് തോൽപ്പിച്ച് കോസ്മോസ് തലശ്ശേരി ചാമ്പ്യന്മാരായി. കോട്ടയം ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈത്തിന്റെ നേതൃത്വത്തിൽ കോട്ടയം ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ആസ്പയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ അബ്ബാസിയയിൽ വെച്ച് നടന്ന സമ്മേളനം ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. UAE മലയാളി റൈറ്റേഴ്സ് ഫോറം ഈ വർഷത്തെ മികച്ച എഴുത്തുകാർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. നിയാസ് TM, രാമചന്ദ്രൻ മൊറാഴ, റീന രാജൻ എന്നിവർക്കുള്ള പുരസ്കാരങ്ങളാണ് നൽകിയത്. മുനീർ അൽ വഫ, റഹീം കട്ടിപ്പാറ, അഷ്റഫ് കൊടുങ്ങല്ലൂർ എന്നിവർ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കൈരളി സലാലയുടെ ജനറൽ സമ്മേളനത്തിന് മുന്നോടിയായി നടക്കുന്ന 13ാമത്തെ യൂണിറ്റ് സമ്മേളനം നിർബാത് യൂണിറ്റിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്നു. കൈരളി സലാല സെക്രട്ടേറിയറ്റ് അംഗം അജോയ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പുതിയ ഭാരവാഹികളായി P. യൂസഫ്, C. റഫീഖ് എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. പുഷ്പ 2 ചിത്രത്തിനെതിരെ ഭീഷണിയുമായി രജപുത്ര നേതാവ് രാജ് ഷെഖാവത്ത് രംഗത്ത്. ക്ഷത്രിയ സമുദായത്തെ അപമാനിക്കുന്നതാണ് ചിത്രമെന്ന് ആരോപിച്ചാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾക്കെതിരെ ഷെഖാവത്ത് രംഗത്തെത്തിയത്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ചരിത്രം കുറിച്ച് പുഷ്പ 2 വെറും 5 ദിവസത്തിൽ ചിത്രം നേടിയത് 900 കോടി രൂപ കടന്നു. ചിത്രത്തിന്റെ 5 ദിനങ്ങളിലെ ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ട് നിർമ്മാതാക്കൾ. ബിജു മേനോൻ ചിത്രം കഥ ഇതുവരെയുടെ OTT റിലീസ് പ്രഖ്യാപിച്ചു. ഡിസംബർ 13-ന് ചിത്രം OTT റിലീസ് ചെയ്യുമെന്ന് റിപ്പോർട്ട്. മനോരമ മാക്സിലൂടെ വൈകാതെ ചിത്രം OTT-യിലെത്തും. അമൽ നീരജ് ചിത്രം ബോഗൺവില്ല OTT റിലീസ് പ്രഖ്യാപിച്ചു. 13-നാണ് ബോഗൺവില്ല OTT-യിലെത്തുക. കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന ചിത്രമാണ് ബോഗൺവില്ല. OTT-യിൽ ശ്രദ്ധ നേടി മലയാള ചിത്രം ഖൽബ്. രഞ്ജിത്ത് സജീവ്, നേഹ നസ്ദീൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളായി സാദ് യാഹിയ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് ഖൽബ്. തിയേറ്ററിൽ ശ്രദ്ധ നേടാൻ കഴിയാതിരുന്ന ചിത്രം OTT-യിൽ വൻ സ്വീകാര്യതയാണ് നേടിയത്. അക്ഷയ് കുമാർ പ്രിയദർശൻ കൂട്ടുകെട്ടിലുള്ള ചിത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചു. ഭൂത് ബംഗ്ല എന്നാണ് ചിത്രത്തിന്റെ പേര്. അക്ഷയ് കുമാറിനൊപ്പം പ്രിയദർശൻ 14 വർഷത്തിനു ശേഷം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത്. ചിയാൻ വിക്രം കേന്ദ്ര കഥാപാത്രമായി അവതരിപ്പിക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രം വീരധീര ശൂരൻ ഭാഗം 2-ന്റെ ടീസർ പുറത്ത്. ഒരു ഫാമിലി ആക്ഷൻ എന്റർടൈനറാണ് ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന. വിക്രമിനൊപ്പം SJ സൂര്യയും സുരാജ് വെഞ്ഞാറമൂടും ചിത്രത്തിൽ.
സോഷ്യൽ മീഡിയയിൽ തരംഗമായി പുഷ്പ 2 ചിത്രത്തിലെ വില്ലൻ ബഗി റെഡ്ഡി എന്ന വില്ലൻ കഥാപാത്രം ചെയ്ത നടനും ഇന്ത്യൻ ക്രിക്കറ്റ് താരം കൃണാൽ പാണ്ഡ്യയും തമ്മിൽ രൂപസാദൃശ്യമുണ്ടെന്ന തരത്തിലാണ് ട്രോളുകൾ വരുന്നത്. സിനിമയുടെ അവസാന ഭാഗത്ത് വരുന്ന വില്ലൻ കഥാപാത്രമാണ് ബഗി റെഡ്ഡി. ഫഹദ് ഫാസിലിന്റെ ആദ്യ ബോളിവുഡ് പടത്തിന് പേരിട്ടു. ഇഡിയറ്റ്സ് ഓഫ് ഇസ്താൻബുൾ എന്നാണ് സിനിമയ്ക്ക് നൽകിയിരിക്കുന്ന പേരെന്ന് റിപ്പോർട്ട്. ഇംതിയാസ് അലിക്ക് ഒപ്പമാണ് ഫഹദ് ബോളിവുഡിൽ അഭിനയിക്കാനൊരുങ്ങുന്നത്. എയർടെലിന്റെ AI സ്പാം തിരിച്ചറിയൽ സംവിധാനം വൻ വിജയമെന്ന് കമ്പനി അവതരിപ്പിച്ച് 2.5 മാസത്തിനിടെ കണ്ടെത്തിയത് 800 കോടി സ്പാം കോളുകളും 80 കോടി SMS-കളും. വരാനിരിക്കുന്ന iPhone SE 4ന്റെ വിവരങ്ങൾ പുറത്ത്. OLED ഡിസ്പ്ലേ സഹിതമാകും iPhone SE 4 ആപ്പിൾ അവതരിപ്പിക്കുക. 2025 മാർച്ചിൽ ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. Moto G35 5G ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. 4K വീഡിയോ റെക്കോർഡിംഗ് ഉള്ള സെഗ്മെന്റിലെ ആദ്യത്തെ ഫോണാണ് Moto G35 5G. ഗൂഗിൾ പിക്സൽ 7a ഫ്ലിപ്കാർട്ടിൽ വൻ വിലക്കുറവ്. 12,000 രൂപ ഡയറക്ട് ഡിസ്കൗണ്ട് ഫോണിന് ഫ്ലിപ്കാർട്ട് നൽകിയിട്ടുണ്ട്. ലോഞ്ച് ചെയ്ത സമയത്ത് ഇതിന്റെ അടിസ്ഥാന മോഡലിന് 39,999 രൂപയായിരുന്നു വില. പ്രപഞ്ചോൽപത്തിയോളം സമയമെടുത്ത് ചെയ്യേണ്ട ജോലി 5 മിനിറ്റ് കൊണ്ട് പരിഹരിക്കാൻ ശേഷിയുള്ള ചിപ്പ് വികസിപ്പിച്ച് ഗൂഗിൾ. വില്ലോ എന്നാണ് ചിപ്പിന് ഗൂഗിൾ നൽകിയിരിക്കുന്ന പേര്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന പരിമിതികൾ മറികടക്കുന്നതാണ് ചിപ്പ് എന്ന് ഗൂഗിൾ. സോഷ്യൽ മീഡിയയിൽ വൈറലായി ഇലോൺ മസ്കിന്റെ മകൻ എക്സിന്റെ ഉപദേശം. താൻ എന്തു ചെയ്യണമെന്ന് മസ്ക് ചോദിക്കുമ്പോൾ അമേരിക്കയെ രക്ഷിക്കൂ എന്നായിരുന്നു മകന്റെ മറുപടി. പിന്നാലെ ട്രംപിനെ സഹായിക്കൂ എന്നും 4 വയസ്സുകാരൻ പറയുന്നു. മകന്റെ 10 സെക്കൻഡ് നീളുന്ന വീഡിയോ ഇലോൺ മസ്ക് തന്നെയാണ് എക്സിലൂടെ പങ്കുവച്ചത്. അണ്ടർ 18 ആൺകുട്ടികളുടെ 110 മീറ്റർ ഹാൻഡിൽസിൽ സ്വർണം നേടി കേരളത്തിന്റെ കെ കിരൺ. ഹാൻഡിൽസിൽ സെമി ഫൈനലിൽ സ്വന്തം ദേശീയ റെക്കോർഡും കെ കിരൺ മറികടന്നു. ഇന്ത്യയുടെ കൗമാര താരം വൈഭവ് സൂര്യവംശിയുടെ പ്രായത്തെ സംശയിച്ച് പാക് ക്രിക്കറ്റ് താരം ജുനൈദ് ഖാൻ. അണ്ടർ 19 ഏഷ്യ കപ്പിലെ വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് കണ്ട ശേഷമാണ് ആരോപണം. 13 വയസ്സുള്ള കുട്ടിക്ക് ഇത്രയും വലിയ 6 അടിക്കാൻ സാധിക്കുമോ എന്നാണ് ജുനൈദ് ഖാൻ സമൂഹ മാധ്യമങ്ങളിലൂടെ ചോദിച്ചത്. ഓസ്ട്രേലിയക്കെതിരെ 2ാം ടെസ്റ്റിനിടെ ഗാലറിയിൽ സാൻഡ് പേപ്പറുമായി എത്തി ഇന്ത്യൻ ആരാധകനെ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്താക്കി. ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞു കളി കാണാനെത്തിയ ഒരാൾ ഗാലറിയിൽ നിന്ന് സാൻഡ് പേപ്പർ ഉയർത്തി കാണിക്കുകയായിരുന്നു. ലിവർപൂളിൽ പ്രധാന കളിക്കാരായ അലിസൺ ബെക്കറും ഡിയോഗ ജോട്ടയും ആദ്യ ടീമിന്റെ പരിശീലനത്തിലേക്ക് മടങ്ങിയെത്തി. ജിറോണയ്ക്കെതിരായ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ നിർണായക ഏറ്റുമുട്ടലിന് മുന്നോടിയായാണ് താരങ്ങൾ മടങ്ങിയെത്തിയത്. ഹൈദരാബാദിൽ നടക്കുന്ന സന്തോഷ് ട്രോഫി ഫൈനൽ റൗണ്ടിനുള്ള ടീമിനെ കേരള ഫുട്ബോൾ അസോസിയേഷൻ പ്രഖ്യാപിച്ചു. ടീം ഇന്ന് ഹൈദരാബാദിലേക്ക് തിരിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഗംഭീര പ്രകടനം കാഴ്ചവെച്ച ടീം ഫൈനൽ റൗണ്ടിലും തുടരുമെന്ന പ്രതീക്ഷയിലാണ് കേരളം. രോഹിത് ശർമ്മയെ പിന്തുണച്ച് ക്രിക്കറ്റ് ഇതിഹാസ താരം കപിൽ ദേവ്. ബോർഡൻ ഗവാസ്കർ ട്രോഫിയുടെ 2ാം ടെസ്റ്റിൽ ഇന്ത്യയുടെ 10 വിക്കറ്റിന്റെ തോൽവിക്ക് ശേഷം ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ ശരിയല്ലെന്ന് കപിൽ ദേവ്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു.